നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. തൃശൂരിൽ തെരുവ് നായയുടെ ആക്രമണത്തിൽ അമ്മയുടെ മടിയിൽ ഇരിക്കുകയായിരുന്ന 1.5 വയസ്സുകാരന് കടിയേറ്റു. മുഖത്ത് പരിക്കേറ്റ കുട്ടിയെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് തൃശൂരിൽ നിന്നും വടക്കൻ ജില്ലകളിൽ ഇന്ന് നിശബ്ദ പ്രചരണം. 604 തദ്ദേശ സ്ഥാപനങ്ങളിലെ 12,391 വാർഡുകളിലേക്കാണ് നാളെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിനൊരുങ്ങി തൃശൂർ ജില്ല. ഇന്ന് രാവിലെ മുതൽ വിവിധ കേന്ദ്രങ്ങളിൽ നിന്നും പോളിംഗ് സാമഗ്രികളുടെ വിതരണം ആരംഭിച്ചു. വാർത്തകൾ വിശദമായി. തൃശൂരിൽ തെരുവ് നായയുടെ ആക്രമണത്തിൽ അമ്മയുടെ മടിയിൽ ഇരിക്കുകയായിരുന്ന 1.5 വയസ്സുകാരന് കടിയേറ്റു. തൊഴിയൂർ രാപ്പറമ്പിൽ പടിക്കളത്തിൽ റംഷാദിന്റെ മകൻ നിഷാനാണ് കടിയേറ്റത്. മുഖത്ത് പരിക്കേറ്റ കുട്ടിയെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സമീപത്തുള്ള മറ്റൊരു കുട്ടിക്കും കടിയേറ്റിട്ടുണ്ട്. നായരങ്ങാടി അണ്ടിക്കേട്ട് കടവ് സ്വദേശി ജിതേഷിന്റെ മകൾ അഞ്ജലി, കർണാട്ടിൽ സ്വദേശി കായിൽ മുസ്തഫയുടെ മകൾ കിസ്മത്ത്, കല്ലൂർ സ്വദേശി എൽസി എന്നിവർക്കും തെരുവുനായയുടെ കടിയേറ്റു. ഇവരെ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് തൃശൂരിൽ നിന്നും വടക്കൻ ജില്ലകളിൽ ഇന്ന് നിശബ്ദ പ്രചരണം. 604 തദ്ദേശ സ്ഥാപനങ്ങളിലെ 12,391 വാർഡുകളിലേക്കാണ് നാളെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. മറ്റാരും പത്രിക നൽകാതെ തെരഞ്ഞെടുക്കപ്പെട്ട 16 പേരിൽ 15 പേരും ഇടതുമുന്നണി സ്ഥാനാർത്ഥികളാണ്. രണ്ടാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള 7 ജില്ലകളിലാണ് ഇന്ന് നിശബ്ദ പ്രചരണം നടക്കുക. വ്യാഴാഴ്ചയാണ് വടക്കൻ ജില്ലകളിൽ വോട്ടെടുപ്പ്. തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിലെ 604 തദ്ദേശ സ്ഥാപനങ്ങളിലെ 12,391 വാർഡുകളിലേക്കാണ് നാളെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. കണ്ണൂർ ജില്ലയിലെ 14 വാർഡുകളിലും കാസർഗോഡ് ജില്ലയിലെ 2 വാർഡുകളിലും സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു. മറ്റാരും പത്രിക നൽകാതെ തെരഞ്ഞെടുക്കപ്പെട്ട 16 പേരിൽ 15 പേരും ഇടതുമുന്നണി സ്ഥാനാർത്ഥികളാണ്. മീഡിയ ടൈം, തൃശൂർ. എറണാകുളം ജില്ലയിൽ പോളിംഗ് പൂർത്തിയായപ്പോൾ പാറക്കടവിലെയും കുന്നുകരയിലെയും പ്രധാന മുന്നണികളെല്ലാം ശുഭാപ്തി വിശ്വാസത്തിലാണ്. വോട്ടർമാർ തങ്ങൾക്ക് അനുകൂലമായി ചിന്തിച്ചുവെന്ന കണക്കുകൂട്ടലിലാണ് അവർ. പ്രചാരണ തന്ത്രങ്ങളിലൂടെ പ്രതീക്ഷിച്ച പോലെയാണ് എല്ലാം നടന്നിരിക്കുന്നതെന്നും അവർ കണക്കുകൂട്ടുന്നുണ്ട്. പോളിംഗ് പൂർത്തിയായപ്പോൾ പാറക്കടവിലെയും കുന്നുകരയിലെയും പ്രധാന മുന്നണികളെല്ലാം ശുഭാപ്തി വിശ്വാസത്തിലാണ്. വോട്ടർമാർ തങ്ങൾക്ക് അനുകൂലമായി ചിന്തിച്ചുവെന്ന കണക്കുകൂട്ടലിലാണ് അവർ. പ്രചാരണ തന്ത്രങ്ങളിലൂടെ പ്രതീക്ഷിച്ച പോലെയാണ് എല്ലാം നടന്നിരിക്കുന്നതെന്നും അവർ കണക്കുകൂട്ടുന്നുണ്ട്. ചെങ്ങമനാട്, നെടുമ്പാശ്ശേരി, പാറക്കടവ്, കുന്നുകര മേഖലയിൽ വോട്ടെടുപ്പ് സമാധാനപരമായിരുന്നു. മേഖലയിൽ പാറക്കടവ് പഞ്ചായത്തിലെ 2 പ്രശ്നബാധിത ബൂത്തുണ്ടായെങ്കിലും പോളിംഗ് സമാധാനപരമായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ 182 പോളിംഗ് സ്റ്റേഷനുകളിലായി 1.5 ലക്ഷത്തോളം പേരാണ് വോട്ട് രേഖപ്പെടുത്തിയത്. രാവിലെ പോളിംഗ് ആരംഭിച്ചപ്പോൾ തിരക്ക് വളരെ കുറവായിരുന്നുവെങ്കിലും ഉച്ചയോടെ പലയിടത്തും നിര നീണ്ടു. നെടുമ്പാശ്ശേരിയിലെ പൊയ്ക്കാട്ടുശ്ശേരി യുവജന സമാജം വായനശാല ബൂത്തിലും ചെങ്ങമനാട് പഞ്ചായത്തിലെ ദേശം 16 വാർഡിലെ ബൂത്തിലും യന്ത്രത്തകരാർ മൂലം പോളിംഗ് തടസ്സപ്പെട്ടിരുന്നു. മീഡിയ ടൈം, നെടുമ്പാശ്ശേരി. തദ്ദേശ തെരഞ്ഞെടുപ്പിനൊരുങ്ങി തൃശൂർ ജില്ല. ജില്ലയിൽ ആകെ 24 വോട്ടിംഗ് മെഷീൻ വിതരണ സ്വീകരണ കേന്ദ്രങ്ങളും 24 സ്ട്രോങ് റൂമുകളുമുണ്ട്. ഇന്ന് രാവിലെ മുതൽ വിവിധ കേന്ദ്രങ്ങളിൽ നിന്നും പോളിംഗ് സാമഗ്രികളുടെ വിതരണം ആരംഭിച്ചു. തൃശൂർ ജില്ലയിൽ ആകെ 3282 പോളിംഗ് സ്റ്റേഷനുകളാണ് ഉള്ളത്. പോളിംഗ് ഡ്യൂട്ടിക്കായി 15,753 പോളിംഗ് ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിട്ടുണ്ട്. 3282 പ്രിസൈഡിംഗ് ഓഫീസർമാരെയും 3282 ഫസ്റ്റ് പോളിംഗ് ഓഫീസർമാരെയും 6564 പോളിംഗ് ഓഫീസർമാരെയുമാണ് പോളിംഗ് ഡ്യൂട്ടിക്കായി നിയോഗിച്ചിട്ടുള്ളത്. 20% ഉദ്യോഗസ്ഥരെ റിസർവായും നിയമിച്ചിട്ടുണ്ട്. 4757 പോലീസ് ഉദ്യോഗസ്ഥരെയും തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടികൾക്കായി വിന്യസിച്ചിട്ടുണ്ട്. ജില്ലയിൽ ആകെ 24 വോട്ടിംഗ് മെഷീൻ വിതരണ സ്വീകരണ കേന്ദ്രങ്ങളും 24 സ്ട്രോങ് റൂമുകളുമുണ്ട്. 13,158 ബാലറ്റ് യൂണിറ്റുകളും 4,572 കൺട്രോൾ യൂണിറ്റുകളും ഉൾപ്പെടെയാണ് തിരഞ്ഞെടുപ്പിന് ഉപയോഗിക്കുന്നത്. ഏതെങ്കിലും യന്ത്രങ്ങൾക്ക് പ്രവർത്തന തകരാർ സംഭവിച്ചാൽ പകരം അതാത് സെക്ടർ ഓഫീസർമാർ വഴി റിസർവ് മെഷീനുകൾ എത്തിക്കും. സെക്ടർ ഓഫീസർമാരുടെ ചുമതലയിൽ 20 പോളിംഗ് സ്റ്റേഷനുകൾ ഉൾപ്പെടുത്തി 214 സെക്ടറുകൾ രൂപീകരിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ മുതൽ വിവിധ കേന്ദ്രങ്ങളിൽ നിന്നും പോളിംഗ് സാമഗ്രികളുടെ വിതരണം ആരംഭിച്ചു.
മീഡിയ ടൈം തൃശൂർ. വീറും വാശിയുമേറിയ തിരഞ്ഞെടുപ്പിന്റെ ശബ്ദപ്രചരണ കൊട്ടിക്കലാശത്തിന് ഇന്നലെ കൊടുങ്ങല്ലൂരിൽ ആഘോഷങ്ങളോടെയായിരുന്നു സമാപനം. പ്രധാന കേന്ദ്രങ്ങളിൽ പ്രമുഖ നേതാക്കൾ കലാശക്കൊട്ടിന് നേതൃത്വം നൽകി. കൊടുങ്ങല്ലൂർ വടക്കേനടയിലും തെക്കേനടയിലും ലോകമലേശ്വരം വില്ലേജ് ജംഗ്ഷനിലുമായിരുന്നു മുന്നണികളുടെ ആവേശത്തോടെയുള്ള കൊട്ടിക്കലാശം. നൃത്തം ചെയ്തും വിളിച്ചും കൊടികൾ വീശിയുമെല്ലാം അവസാന നിമിഷം വരെ പ്രവർത്തകർ. ചെറുപൂരം പോലെ വാർഡുകളിലെ മുക്കിലും മൂലയിലും അനൗൺസ്മെന്റ് വാഹനങ്ങൾ. കലാപ്രകടനവുമായി വിവിധ പാർട്ടികളും കളം പിടിച്ചതോടെ ആഴ്ചകൾ നീണ്ട ആവേശത്തിനൊടുവിൽ തദ്ദേശ തിരഞ്ഞെടുപ്പിനുള്ള പരസ്യപ്രചരണത്തിന് കൊടിയിറങ്ങി. UDF-ന്റെയും LDF-ന്റെയും NDA-യുടെയും റോഡ് ഷോകൾക്കാണ് ഓരോ വാർഡുകളും സാക്ഷ്യം വഹിച്ചത്. പ്രധാന കേന്ദ്രങ്ങളിൽ പ്രമുഖ നേതാക്കൾ കലാശക്കൊട്ടിന് നേതൃത്വം നൽകി. കൊടുങ്ങല്ലൂർ വടക്കേനടയിലും തെക്കേനടയിലും ലോകമലേശ്വരം വില്ലേജ് ജംഗ്ഷനിലുമായിരുന്നു മുന്നണികളുടെ ആവേശത്തോടെയുള്ള കൊട്ടിക്കലാശം. LDF-ന് തെക്കേനടയിലും BJP-ക്ക് വടക്കേനടയിലും UDF-ന് വില്ലേജ് ഓഫീസ് പരിസരത്തുമാണ് കൊട്ടിക്കലാശം നടന്നത്. മീഡിയ ടൈം കൊടുങ്ങല്ലൂർ. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ വോട്ട് ചെയ്തതിൽ ആക്ഷേപവുമായി CPI നേതാവ് VS സുനിൽകുമാർ. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിയും കുടുംബവും തൃശൂരിൽ സ്ഥിരതാമസമാണെന്ന് പറഞ്ഞ നെട്ടിശ്ശേരിയിലാണ് വോട്ട് ചെയ്തത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹവും കുടുംബവും തിരുവനന്തപുരം കോർപ്പറേഷനിലെ ശാസ്താമംഗലം ഡിവിഷനിലാണ് വോട്ട് ചെയ്തത്. ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് VS സുനിൽകുമാർ ചോദിച്ചു. 2025 ഇലക്ഷനിൽ അദ്ദേഹം ശാസ്തമംഗലം വാർഡിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ പോയിട്ട് അദ്ദേഹം വോട്ട് ചെയ്തിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം നേരത്തെ 2024 അദ്ദേഹം ഇവിടെ താമസമാക്കി എന്ന് പറയുന്നത് വ്യാജമാണ്. ഇവിടെയുള്ള പാർലമെന്റിലെ വോട്ട് അദ്ദേഹം ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി അപേക്ഷ കൊടുത്ത് അത് ചെയ്യണമായിരുന്നു. അത് ചെയ്യാതെ അദ്ദേഹം അവിടെയും കൂടി വോട്ട് ചേർത്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അദ്ദേഹം അവിടെ വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റായിട്ടുള്ള നിയമലംഘനമാണ്, നഗ്നമായിട്ടുള്ള ഇലക്ഷൻ പ്രാന്തി നിയമത്തിന്റെ ലംഘനമാണ്. ഈ കേന്ദ്രമന്ത്രി അതിന് മറുപടി പറയണം. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂരിൽ തെരുവ് നായയുടെ ആക്രമണത്തിൽ അമ്മയുടെ മടിയിൽ ഇരിക്കുകയായിരുന്ന 1.5 വയസ്സുകാരന് കടിയേറ്റു. മുഖത്ത് പരിക്കേറ്റ കുട്ടിയെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് തൃശൂരിൽ നിന്നും വടക്കൻ ജില്ലകളിൽ ഇന്ന് നിശബ്ദ പ്രചരണം. 604 തദ്ദേശ സ്ഥാപനങ്ങളിലെ 12,391 വാർഡുകളിലേക്കാണ് നാളെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിനൊരുങ്ങി തൃശൂർ ജില്ല. ഇന്ന് രാവിലെ മുതൽ വിവിധ കേന്ദ്രങ്ങളിൽ നിന്നും പോളിംഗ് സാമഗ്രികളുടെ വിതരണം ആരംഭിച്ചു. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.